ഞാൻ ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ വേണ്ട ഈ ചേന തേങ്ങയ്ക്കും ഇല തിന്നിട്ട് പഴുപ്പ് വന്നു പോയി കണ്ട. ഇനിയിപ്പോൾ ഇതിവിടെ വെച്ചിട്ട് കാര്യമില്ല. ഇതിപ്പം പയ്യെ നട്ടതാണ്. പക്ഷെ കുറച്ചും കൂടി കഴിഞ്ഞെങ്കിൽ ഒരു മാസം 2 മാസം കൂടി കഴിഞ്ഞിട്ട് ആ പറിച്ചിട്ട് നല്ല ചേന കിട്ടും. പക്ഷേ ഇതിപ്പോൾ അതിന് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനിത് കിളച്ച് നോക്കാമെന്ന് വിചാരിക്കല. കണ്ട, ഇതെല്ലാം തേച്ച് വിലത്തുനിന്ന് പഴുപ്പ് വന്നു പോയി. ഇനിയിപ്പോൾ ഇവിടെ വെച്ചിട്ട് കാര്യമില്ല. വണ്ണം വെക്കണ്ടെങ്കിൽ ഇത് പഴുപ്പ് വന്നു പോയില്ലേ. ഞാനിപ്പോൾ ഇതിപ്പം ഉണ്ടോ നോക്കട്ടെ, എന്തെല്ലാന്ന് നോക്കട്ടെ. ഇതിൽ കായിനൊന്നല്ല നോക്കട്ടെ. ഇത് കണ്ടില്ലേ, നോക്കട്ടെ. ഇത് ഞാനിപ്പോൾ ഇവിടെ ചെരിഞ്ഞ് നോക്കാൻ തോന്നും, മറ്റ് കിട്ടും തോന്നില്ല, അടിയിലാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ നിലത്ത് ചെരിയ, അതേ നടക്കൂ. നിലത്ത് ചെരിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. നിലത്ത് ചെരിയ എന്നിട്ട് കാണിച്ചു തരാം. കണ്ടല്ലോ, ഇതിപ്പോൾ ഇവിടെ നിലത്ത് ചെരിയട്ടെ. ഉണ്ടോ, അതിൻ്റെ അകത്ത് എടുക്കാൻ കഴിയുന്നില്ല, അടിയിലോട്ടായിപ്പോയി. ചേന അടിയിലാണെന്നുണ്ടാകും തോന്നുന്നു. അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടില്ല വളങ്ങൾ, അതുകൊണ്ടാണ്. ഉണ്ടാ ഉണ്ടല്ലേ, ഇതേപോലെ ഇത് കണ്ട. അടിയിൽ ആ ചേനേൻ്റെ ആ ചാക്ക് അങ്ങനെ തന്നെ കണ്ട. അടിയിലെ വളം പോലും കഴിഞ്ഞില്ല കേട്ടാ. അടിയിലെ വളം അങ്ങനെ തന്നെ ഉണ്ട് അത്ര കണ്ട. തോലും വളമൊന്നും പിടിച്ചില്ല. കുറച്ച് 2 മാസം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ചേന നല്ലോണം നിൽക്കുകയായിരുന്നു. ഇതുണ്ടോയെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഒന്നും ഇല്ലാന്ന് തോന്നല്ലോ, ചെറിയ ചേനയാന്ന് തോന്നുന്നു. അല്ല വളർന്നിനോന്നറിയില്ല. വളർന്ന് കിട്ടിയെങ്കിൽ എൻ്റെ ഭാഗ്യം. ഇത് കണ്ടല്ലോ, ഇതേപോലെ പറിച്ചെടുക്കാൻ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പൊരിച്ചിട്ടത്. ഇത് ഉണ്ടോയെന്ന് നോക്കണ്ടെങ്കിൽ മാസം എത്തിയില്ല എന്നെങ്കിലേ എനിക്ക് പറയാൻ പറ്റൂ നന്നായിനോന്നല്ല. ഇത് തേച്ചും വേറിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ വാരി വെക്കുന്നത്. ഓ, ഉണ്ടെന്ന് തോന്നുന്നു, നോക്കട്ടെ. ഇത് കൊത്തി നോക്കട്ടെ. ഓ, ഉണ്ട് കേട്ടാ. ഇല്ല, അത്രയായാലും ഇത്ര പോലെ ചേനയുണ്ട് കേട്ടാ. വലിയ ചേന തന്നെ. ഞാൻ കഴുകിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടാ. കഴുകിയിട്ട് ഇതെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് കണ്ട, ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടാ. കഴുകട്ടെ. ചേന കുഴപ്പമില്ല കേട്ടാ. അത്ര വലിയ മാസം എത്തിയില്ലെങ്കിൽ ഇത് കണ്ടില്ലേ, ഇതാ ചേന കണ്ടാ. ഇത്തിരി ഉണ്ട് ചേന, കണ്ടില്ലേ. ഇതേപോലെ ഇരിക്കുന്നത്. അന്നേരം തൽക്കാലം നമ്മൾ ആവശ്യത്തിന് കിട്ടിയില്ലേ. ചെറിയ വിത്ത് കൊണ്ട് നട്ടിട്ട് ഇത്ര പേരെ കിട്ടുമെന്ന് പറയുമ്പോൾ അതൊരു നല്ല കാര്യമല്ലേ. ഞാൻ ഇനിയിപ്പോൾ കക്കിരിക്കും കൂടിയിട്ട് വിളവെടുക്കണ്ടേ. ഇതിപ്പോൾ കണ്ടല്ലോ, ഈ കക്കിരിക്ക ഞാൻ വിളവെടുക്കട്ടെ. ഞാന് 3 കിട്ടീനി. ഇന്നിപ്പോൾ 3 പറിക്കാനുണ്ട് കണ്ട. കണ്ടാ, ഇത് അധികം മൂത്ത് പോകാൻ പാടില്ല. അതുകൊണ്ട് കണ്ട, 3 ഞാനും കിട്ടീനി. ഞാന്ന് പറിച്ച് വെച്ചേരെ ഇപ്പം നിങ്ങളെ കാണിച്ചത്. ഇനിയിപ്പോൾ പറിക്കും നിലടക്ക് തന്നെ കാണിക്കാൻ വെച്ചിട്ടാ. കണ്ടാ, ഇത് കണ്ടില്ലേ. ഇത് ചള്ളാന്ന് പറിക്കുന്നത്. എന്താണെന്നറിയാം, ചള്ളാകുമ്പോൾ തിന്നാൻ നല്ല രസം ഉണ്ടാവും. പച്ച തിന്നെ അതിന് വേണ്ടിയിട്ടാണ് ഈ ചള്ള് പറിക്കുന്നത് കേട്ടോ. ഈ ചള്ള് പറിച്ചാലും അധികം മൂപ്പെത്തിയാലും ഈ രസം കിട്ടൂല. അതുകൊണ്ട് ഇനിയിപ്പോൾ 3 പറിക്കാനുള്ളൂ. അത് ഞാൻ 3 വിളവെടുത്തിട്ട് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടല്ലോ, ഇതാ ഈ 3 വിളവെടുത്ത് ഇതിനിപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ടാ, എൻ്റെ കൂർക്ക കൃഷിയെല്ലാം കണ്ട. കൂർക്ക കൃഷിക്ക് ആ പുഴുവിനെ മരുന്നടിച്ചിട്ട് പോയിട്ട് കണ്ട. കണ്ട, ഇപ്പം നല്ല വൃത്തി വന്നിട്ടില്ല. കണ്ടില്ലേ, നല്ല ഉഷാറായില്ലേ. ആ പുഴുവിനെ മരുന്നടിച്ചതിൻ്റെ ഇപ്പം പിന്നെ ഒരു വളമൊന്നും കൊടുത്തില്ല. നട്ട വന്തയിലും നല്ല ഉഷാറായി. ഇതാണ് ഇത് ശരിക്കും ആയില്ല. അതിപ്പോൾ ഞാൻ എവിടെയെങ്കിലും കൊടുക്കുന്നുണ്ട. ഒരുപോലെ ഉണ്ടാകുന്നുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്ക് അത് കാണിച്ചു തരാമല്ലോ. ആ വിളവെടുപ്പും കൂടി കാണിച്ചു തരാമല്ലേ. ആ വിളവെടുത്തത് ഞാൻ അവിടെ നിന്ന് കാണിച്ചു തരാം. ഇപ്പം കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇത് കണ്ടല്ലോ. 3 കക്കരിക്കയും കിട്ടി. കണ്ടാ, ചേന കണ്ടില്ലേ. ഇത് കണ്ടില്ലേ, ചേന കുഴപ്പമില്ലാതെ ചേനയും കിട്ടി. കണ്ടല്ലോ, ഇത് ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വിളവെടുപ്പ് ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് തരുക. ഇനിയിപ്പം കളിക്കാനുള്ള ചേനയാണ് ഇത്. കണ്ട, ഇതിപ്പം ആയില്ല. ഇത് വണ്ണം വെക്കുന്നതാണ് തോന്നുന്നതിനെക്കാട്ടും. എന്താ വെച്ചാൽ ഇനി അച്ചിൽ തിന്നൽ കുറവാണ്. അതുകൊണ്ട് പഴുപ്പ് വന്നിട്ടില്ല. അതുകൊണ്ട് ഇതുണ്ട് ഇവിടെ. അങ്ങനെ ഇപ്പം ഒരു വെള്ളച്ചേമ്പ് വേണ്ട, അത് നല്ല ഉഷാറാകുന്നുണ്ട്. ഇത് കണ്ടില്ലേ,
ചോളം കണ്ട ചോളം പൂത്തിട്ട് ഇതിനൊക്കെ സ്ലറി കൊടുത്തതിൻ്റെ ഒപ്പമാണ് കുറച്ച് ഉഷാറായിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് സ്ലറി കൊടുക്കണം, അതിനെല്ലാം സ്ലറി കൊടുത്തു. ഇനിയിപ്പം കുറച്ച് ഇതെല്ലാം പിടിച്ച് കെട്ടണം, പണിയുണ്ട്. ആ പയറെല്ലാം ഉഷാറാകുന്നുണ്ട്, നല്ല സ്ലറി ഒന്നും കൂടി കൊടുക്കണം. ഇതിപ്പോൾ കണ്ടല്ലോ. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് തരും. നല്ല വണ്ണമുണ്ട്, ഉരുണ്ടതാണ്, പരന്നതല്ല. പരന്നതാണെങ്കിൽ ഇത്രയുണ്ട്, അതുകൊണ്ട് നല്ല ഉയരവും ഉണ്ട്. ഉണ്ട്, ഒരു 2 കിലോന് അടുക്കിണ്ട്. ഉണ്ടല്ലേ, ഒരു 1.5 കിലോന് മേലെ ഉണ്ട് കേട്ടോ. എന്നാലും അത് തൽക്കാലം ഇപ്പം വേഗം കളിക്കുന്നില്ല. ഇത് കർക്കിടക മാസമല്ലേ, കർക്കിടകത്തിൽ ചേന കളിക്കൂല. ചിങ്ങം കന്നിമാസം അങ്ങോട്ട്, ചിങ്ങമാസം ഓണത്തിനാണ് സാധാരണ ചേന കളിക്കുക, ഫസ്റ്റിലത്തെ ചേന. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.